എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കാണാറുള്ള ലൈവ്, അതായത് നമ്മുടെ ഗെയിമിംഗ് സ്ട്രീം ചെയ്യുന്നത് അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് കണ്ടൻറ്റ് സ്ട്രീം ചെയ്യുന്നത്, നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് സ്ട്രീം ചെയ്യാനായിട്ട് പറ്റില്ല. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ലൈവ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് സ്ട്രീം ചെയ്യാമെന്നുള്ളതാണ്. അതിപ്പോൾ നമുക്ക് ഗെയിമിംഗ് ആയാലും അതുപോലുള്ള മറ്റ് കണ്ടൻ്റ് ആയാലും നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് രണ്ട് സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട്. ഒന്ന് Ello-Duck എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ, രണ്ടാമത് OBS എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ. ഇത് രണ്ടും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതിനകത്ത് OBS എന്ന് പറയുന്നത് നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളവർ ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഒരുപാട് ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ആദ്യം OBS സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ കാണുന്ന ഈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് വീഡിയോ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഈ ബേസ് റെസൊല്യൂഷൻ നമ്മൾ ചേഞ്ച് ചെയ്യണം. അത് നമ്മൾ 1080x1920 സെറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ താഴെ കാണുന്ന ഈ ഔട്ട്പുട്ട് റെസൊല്യൂഷൻ, ഇതിനകത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏത് ക്വാളിറ്റിയിലാണ് സ്ട്രീം ആവേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ സെറ്റ് ചെയ്യുക. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ FPS, ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് 30 or 60 ഏതെങ്കിലും സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അപ്ലൈ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സൈഡിൽ കാണുന്ന ഔട്ട്പുട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഈ സ്ട്രീമിംഗ് സെറ്റിങ്സിൻ്റെ താഴെ വീഡിയോ ബിറ്റ് റേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിനകത്ത് നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. നല്ല സ്പീഡുള്ള ഇൻ്റർനെറ്റ് ആണെങ്കിൽ 1500 kbps അല്ലെങ്കിൽ 2500 kbps ഒക്കെ കൊടുക്കാം. ഇനി സ്ലോ ഇൻ്റർനെറ്റ് ആണെങ്കിൽ നമുക്കൊരു 800 KB അല്ലെങ്കിൽ 600 KB ആ റേഞ്ചിൽ കൊടുക്കാം. ഞാനിപ്പോൾ ട്യൂട്ടോറിയൽ കാണിക്കാനായതുകൊണ്ട് ഒരു 300 kbps സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഓഡിയോൻ്റെ ബിറ്റ് റേറ്റ് നമുക്കിതുപോലെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ സോഴ്സ് പാനലിൽ ആഡ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമുക്ക് ഇപ്പോൾ എന്താണോ ആഡ് ചെയ്യേണ്ടത്, ഗെയിം ആണെങ്കിൽ ഗെയിം, അതല്ലെങ്കിൽ ഡിസ്പ്ലേ ക്യാപ്ചർ, ഇങ്ങനെ നിങ്ങൾ സ്ട്രീം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കണ്ടൻറ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ക്യാപ്ചർ സെലക്ട് ചെയ്യാൻ പോവാണ്. ഇനി ഗെയിം സ്ട്രീം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഗെയിം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഗെയിം അതിനകത്ത് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് എൻ്റെ ഡിസ്പ്ലേ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ ഇതിനകത്തേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ സൈസും പൊസിഷനും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനകത്ത് ഇമേജ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. അതിനകത്ത് നമ്മുടെ ഇമേജ് എവിടെയാണോ അത് ബ്രൗസ് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. അതിനുശേഷം ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെയും സൈസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജാണ് മുന്നിലുള്ളത്. അത് ചേഞ്ച് ചെയ്യാനായിട്ട് സോഴ്സിൽ ഇമേജ് താഴെ വരുന്ന രീതിയിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഇതിനകത്തൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടെക്സ്റ്റോ ഇമേജ് ഐക്കൺ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് OBS മിനിമൈസ് ചെയ്യാം. അതിനുശേഷം Ello-Duck ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് നമ്മളിത് ലോഗിൻ ചെയ്യാം. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലൊരു വിൻഡോ കാണാം. ഇതിനകത്തൊരു URL-ഉം അതുപോലെ സ്ട്രീം കീയും നമുക്ക് കിട്ടും. ഇതിനകത്ത് നമ്മൾ ആദ്യം ഈ URL കോപ്പി ചെയ്യാം. അതിനുശേഷം OBS ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ സ്ട്രീം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് സർവീസ് കസ്റ്റം സെറ്റ് ചെയ്യുക. എന്നിട്ട് ഈ സെർവർ എന്നുള്ള അവിടെ നമ്മളിത് കോപ്പി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും Ello-Duck എടുക്കുക. അതിനകത്ത് സ്ട്രീം കീ കോപ്പി ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ OBS വന്നിട്ട് സ്ട്രീം കീ എന്നുള്ള ഈ ടെക്സ്റ്റ് ബോക്സിൽ കോപ്പി ചെയ്ത് കൊടുക്കുക.
ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രീം ചെയ്യാൻ റെഡിയാണ്. ഇനി നമ്മളിവിടെ കാണുന്ന ഈ സ്റ്റാർട്ട് സ്ട്രീമിംഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ട്രീമിംഗ് സ്റ്റാർട്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രീമിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോണിൽ എങ്ങനെയാണിത് വന്നിട്ടുള്ളത് നോക്കാം. ഇനി സ്ട്രീമിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് OBS ഓപ്പൺ ചെയ്യുക. അതിനകത്ത് സ്റ്റോപ്പ് സ്ട്രീമിംഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ട്രീമിംഗ് സ്റ്റോപ്പായി. ഇനി നമ്മൾ OBS ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ യെല്ലോ ഡക്ക് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് സേവ് ആൻഡ് ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ യെല്ലോ ഡക്കും ക്ലോസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.